അവർക്ക് സ്വാഗതം. ടോണിനോട് കുറച്ച് രഹസ്യമായിട്ട് തന്നെ സംസാരിക്കണം എന്ന് പറയുമ്പോൾ ടോണി പിന്നെ അത് സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാമച്ചായനെ അങ്ങോട്ടേക്ക് വിളിക്കും. എന്നാൽ നിങ്ങൾ വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ ടോണിയുടെ പപ്പേനോട് പറഞ്ഞിട്ടാട്ടോ മാമച്ചായനെ അങ്ങോട്ടേക്ക് പോകുന്നത്. ഞങ്ങൾ സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ മാമച്ചായൻ ചോദിക്കുന്നുണ്ട്, ഇത് കൊള്ളാലോ, വീടിനകത്തൊരു സ്വിമ്മിംഗ് പൂൾ എന്ന് പറയും. അപ്പോൾ ടോണി പറയുന്നുണ്ടായിരുന്നു, ഞാനുള്ളപ്പോൾ മാത്രമേ ഇത് യൂസ് ചെയ്യാറുള്ളൂ, ഇത് ആകെ അലമ്പായിട്ട് കിടക്കുകയാണ് എന്നൊക്കെ പറയട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാനില്ലേ എന്നിങ്ങനെ ചോദിക്കും മാമച്ചായനോട്. അപ്പം മാമച്ചായൻ പറയുന്നുണ്ടായിരുന്നു, എനിക്കൊരു മകനുണ്ടായിരുന്നു, അടുത്തൊരു ആക്സിഡന്റിൽ മരിച്ചുപോയി, അത്ര പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല, ചിലരെ അങ്ങനെയാണല്ലോ, ദൈവം പെട്ടെന്ന് വിളിക്കല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ടോണി ചോദിക്കുന്നുണ്ട്, ഇത് മകളായിരിക്കും അല്ലേ എന്ന് രേവതിക്കുട്ടീനെ നോക്കിയിട്ടോ. അപ്പോൾ അതേ, മകളാണ്, അഡോപ്റ്റ് ചെയ്തതാണെന്നും കൂടെ മാമച്ചായൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതുപോലെ തന്നെ മാമച്ചായൻ്റെ മകൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു, ടോണിയുടെ കല്യാണം കഴിഞ്ഞാണോ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ ടോണി പറയുന്നുണ്ടായിരുന്നു, ഒരു കല്യാണം കഴിഞ്ഞതാണ്, ഇപ്പോൾ സെപ്പറേറ്റഡ് ആണെന്ന് പറയട്ടെ. അപ്പോൾ എന്താ പിണങ്ങി പിരിഞ്ഞതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിണങ്ങാതെ പിരിഞ്ഞതാണ് എന്ന് പറയട്ടെ. അപ്പോൾ എന്താ ഇങ്ങനെ പിരിയാൻ കാരണം എന്ന് ചോദിക്കുന്നുണ്ട് മാമച്ചായനാണെങ്കിലും. പിന്നീട് അതിൻ്റെ ഇടയിൽ മാമച്ചായൻ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ഈ അടുത്തൊരു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഞങ്ങളുടെ അടുത്ത് വന്ന് ചീറി പാഞ്ഞിട്ട് ചോദിച്ചു, എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ എന്താ ചെയ്തത് എന്നൊക്കെ ചോദിച്ചു. പിന്നീടാണ് കാര്യം അറിഞ്ഞത്, അവൾ കല്യാണത്തിന് മുന്നേ പ്രഗ്നൻ്റ് ആയിരുന്നു, അങ്ങനെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞിനെ പ്രസവിച്ച കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് അവളുടെ വിവാഹമൊക്കെ അവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ആ കുട്ടിക്ക് ഭ്രാന്തായത് എന്നൊക്കെ പറയട്ടെ. അപ്പോൾ ടോണി ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ സംഭവം എത്ര വർഷം മുന്നേ നടന്നതാണ്, എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാമച്ചായൻ പറയും, രേവതിക്കുട്ടീനോട് ഇങ്ങനെ ചോദിക്കൂട്ടോ, തലയോലപ്പറമ്പ് അങ്ങനെയല്ലേടി ആ സ്ഥലത്തിൻ്റെ പേര് ചോദിക്കൂട്ടോ. അപ്പോൾ അതേന്ന് പറയുന്നുണ്ട്, ഒരു 2-3 മാസമായി കാണുള്ളൂ എന്ന് പറയും കേട്ടോ. എന്നിട്ട് ടോണി പറയുന്നുണ്ടായിരുന്നു, എനിക്കും ഇതുപോലെ ഏതാണ്ട് ഒരു സ്റ്റോറി തന്നെയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ടോണിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ ശേഷം ഞങ്ങളിങ്ങനെ ഖത്തറിലേക്ക് പോയി. അപ്പോൾ അവിടെ വെച്ചിട്ട് അവൾക്കാണെങ്കിൽ ഒന്നിലൊരു ശ്രദ്ധ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ നല്ല സ്നേഹമായിരുന്നു ഞങ്ങൾ തമ്മിൽ. ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എനിക്കിങ്ങനെ തല മസാജ് ചെയ്ത് തരികയും കാല് മസാജ് ചെയ്ത് തരികയും അതുപോലെ തന്നെ ഭക്ഷണം വാരി തരികയും എല്ലാം ചെയ്ത് തരുമായിരുന്നു, നല്ല സ്നേഹമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും. പിന്നീട് ഞങ്ങൾ ദുബായിലേക്ക് പോയ സമയത്ത് അവൾക്ക് അവിടെ എത്തിയപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നിലൊരു ശ്രദ്ധ ഇല്ലാതായി. ഏത് സമയം ചൂണ്ടുവരലിലും മുടി ചുറ്റി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും, ഒരു കാര്യത്തിലും ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അവളെ കൊണ്ടൊരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ചു എന്ന് പറയും കേട്ടോ. അപ്പോൾ ടോണി ഇങ്ങനെ എങ്ങനെയാ ഈ രഹസ്യമൊക്കെ അറിഞ്ഞെന്ന് മാമച്ചായൻ ചോദിക്കുമ്പോഴാണ് കേട്ടോ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പോൾ സൈക്യാട്രിസ്റ്റിനെ കൊണ്ട് കാണിച്ച സമയത്താണ് അറിഞ്ഞത്, അവളും കല്യാണത്തിന് മുന്നേ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടുകാർ അവൾ പ്രസവിച്ച കാര്യം മറച്ചു വെച്ച് ആ കുഞ്ഞിനെ കൊടുത്ത അനാഥാലയത്തിൽ നിന്ന് വേറൊരു അനാഥാലയത്തിലേക്ക് മാറ്റി, എന്നിട്ടൊക്കെയാണ് വിവാഹം നടത്തിയതെന്ന് അറിഞ്ഞത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കൈവെള്ളയിൽ കൊണ്ട് നടന്ന ഒരു സാധനം വെറും കരിക്കട്ടയാണെന്ന് അറിയുമ്പോഴുണ്ടായിരുന്ന ആ ഒരു ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് എന്നോട് തന്നെ വെറുപ്പായിരുന്നു, ദേഷ്യമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കുഞ്ഞിപ്പോൾ എവിടെയാ, അനാഥാലയത്തിലുണ്ടോ, എവിടെയാ ഉള്ളതെന്നൊക്കെ അറിയാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ടോണി ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനാ അതിനെ ഏറ്റെടുത്ത് വളർത്താനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാമച്ചായൻ പറയും, പെൺകുട്ടിയല്ലേ, അതുകൊണ്ട് ഒരാകാംക്ഷയിൽ ചോദിച്ചതാവും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പിന്നീട് ടോണിക്കാണെങ്കിൽ ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ. ടോണി കരയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഒന്നും ഇങ്ങനെ പറയാനൊന്നും മാമച്ചായനും രേവതിക്കുട്ടിക്കും തോന്നുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു, ഇനി നമുക്ക് പോവാമെന്നിങ്ങനെ മാമച്ചായനോട് മെല്ലെ പറയൂ കേട്ടോ. ടോണി ആണെങ്കിൽ ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് പിന്നീട് ടോണിനോട് എന്നാൽ ഞങ്ങൾ ഇറങ്ങിയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് ടോണി ചോദിക്കും കേട്ടോ. അപ്പോൾ ടോണിയുടെ മൂഡ് പോയി, ഞങ്ങളുടെ മൂഡ് പോയി എന്ന് പറയും. അപ്പോൾ ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ടോണി ആണെങ്കിലും. അപ്പോൾ അത് വേണ്ട, ഞങ്ങൾക്ക് ടോണിയുടെ മുഖത്ത് നോക്കി ആ കാര്യം പറയാൻ തോന്നുന്നില്ല, ഇനി എന്തായാലും ഇപ്പോൾ പരിചയമല്ലോ, പിന്നീട് വരാം, പിന്നീട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവരുടെ മുഖത്ത്, മാമച്ചായൻ്റെ രേവതിക്കുട്ടിയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല. അപ്പോൾ ജോസൂട്ടി അവരുടെ കൂടെ ചെന്നിട്ടുണ്ട്. അപ്പോൾ ജോസൂട്ടി ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ രണ്ടുപേരുടെ മുഖത്തൊരു സന്തോഷമില്ലാത്തതെന്ന്. അപ്പോൾ മാമച്ചായൻ പറയും, ഇത് സന്തോഷം വിൽക്കുന്ന വീടല്ലായിരുന്നു, നമുക്ക് പോവാമെന്ന് പറയും കേട്ടോ. അങ്ങനെ പിന്നെ അവർ വീട്ടിലേക്ക് എത്തുമ്പോൾ രാത്രി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാമച്ചായൻ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് വണ്ടിയിലിരിക്കുകയാണ്. അപ്പോൾ ജോസൂട്ടി ചോദിക്കുന്നുണ്ട്, നമ്മുടെ വീടെത്തി എന്താ ഇറങ്ങുന്നില്ലേന്ന്. അപ്പോൾ മാമച്ചായൻ അവനോട് ദേഷ്യപ്പെട്ടു കേട്ടോ, നീ ഇറങ്ങിയില്ലല്ലോ, നീ നിന്റെ കാര്യം നോക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നീട് രേവതിക്കുട്ടി മാമച്ചായനും വണ്ടിയിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ രേവതിക്കുട്ടിയും പറയുന്നുണ്ടായിരുന്നു, വെറുതെ അവിടെ വരെ പോയല്ലേ, ഒരു കാര്യം ഉണ്ടായില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മാമച്ചായൻ പറയുന്നുണ്ടായിരുന്നു, കാര്യം ഉണ്ടായില്ലേ, നമുക്ക് ഷെറിനെ കല്യാണം കഴിച്ച ആളെ കാണാൻ പറ്റിയില്ലേ എന്ന് ചോദിക്കും. ഓ, ഇതിപ്പോൾ വലിയ കാര്യമായി പോയോ. പിന്നീട് രേവതിക്കുട്ടി തന്നെ പറയുന്നുണ്ടായിരുന്നു, കാര്യം ഉണ്ടായില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, എന്തായാലും നമുക്ക് ടോണിച്ചായനുമായിട്ട് പരിചയമായല്ലോ, അതുകൊണ്ട് നമുക്ക് ടോണിച്ചായനിലൂടെ തന്നെ ഷെറിൻ ചേച്ചിയുടെ കുഞ്ഞിലേക്ക് എത്താം എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് രേവതിക്കുട്ടി രണ്ടുപേർക്കും ലെമൺ ടീ ഒക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഗ്രേസമ്മയ്ക്ക് നല്ല സുഖമില്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ ലെമൺ ടീ ഒക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇപ്പോഴും ഇങ്ങനെ ആൻറ്റിയുടെ കാലുവേദനയും തലവേദനയും ഒന്നും മാറിയില്ലേ, അപ്പോൾ ഈ ലെമൺ ടീ കുടിച്ചാൽ എല്ലാം അങ്ങ് മാറിക്കോളും എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നീട്
രേവതിക്കുട്ടി ഗ്രേസമ്മയുടെ കാലൊക്കെ തടവി കൊടുക്കുന്നുണ്ട്. അപ്പം നീ ഇങ്ങനെ കാല് തടവുമ്പോൾ നല്ല സുഖമാണെന്നൊക്കെ ഗ്രേസമ്മ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ പോയ വിശേഷങ്ങളൊക്കെ രേവതിക്കുട്ടീനോട് പറയും. അപ്പോൾ അങ്കിള് പറഞ്ഞില്ലേ എന്ന് ചോദിക്കും. അങ്കിള് ഏതാണ്ടൊക്കെ പറഞ്ഞു, എന്നാലും നീയും കൂടി പറയേ, എന്നാലേ ശരിയാവുള്ളൂ എന്ന് പറയും. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഗ്രേസമ്മയോട് രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് ആ രമേശൻ നായർ വീണ്ടും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജോസൂട്ടി അവിടെ മുറ്റത്തുണ്ടായിരുന്നു കാറൊക്കെ കഴുകിക്കൊണ്ട്. അപ്പോൾ ജോസൂട്ടിയും ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഇന്നലെ വന്ന ആളല്ലേന്ന്. അപ്പോൾ അത് ഇന്നലെ വന്ന ആളാണ്, എന്താ പിന്നെ ഇങ്ങോട്ട് വരാനുണ്ടായ കാരണം എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാരെ ഒന്നുകൂടെ കാണണം എന്ന് പറയട്ടെ. അപ്പോൾ നാളെ വന്നപ്പോൾ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്ന് ഇവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, രേവതി കുട്ടി, അവളെ കാണാൻ പറ്റിയില്ല എന്ന് പറയാം. അവളിപ്പോൾ കോളേജിൽ പോവല്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ ജോസൂട്ടി എന്തായാലും ഇപ്പോൾ ഇവിടെ ഉണ്ടാവുമല്ലോ, കാണാൻ പറ്റുമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. എന്താ അവളെ എങ്ങനെ കാണാൻ വരാൻ കാരണം, അവൾക്ക് ബന്ധുക്കൾ ആരും ഇല്ലല്ലോ, അനാഥയല്ലേ എന്ന് പറയും. അവൾ അത്ര അനാഥയൊന്നുമല്ല, എന്തായാലും ഞാൻ അകത്ത് പോയി സംസാരിച്ചിട്ട് പിന്നീട് ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് രമേശൻ നായർ അങ്ങോട്ട് ചെല്ലും കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ ഗ്രേസമ്മ വന്ന് നോക്കുന്നുണ്ട്. രേവതിക്കുട്ടി പോകാൻ നിൽക്കുമ്പോൾ ഞാൻ പോയി ഡോർ തുറക്കാമെന്ന് പറഞ്ഞിട്ടാട്ടോ ഗ്രേസമ്മ അങ്ങ് പോകുന്നത്. ആദ്യം ജനലിലൂടെ നോക്കുമ്പോൾ രമേശൻ നായരാണ് നിൽക്കുന്നത്. അപ്പോൾ പിന്നീട് ചെന്നിട്ട് രേവതിക്കുട്ടീനോട് പറയുന്നുണ്ടായിരുന്നു, നാളെ നിന്നെ കാണാൻ വന്നിട്ടുള്ള ആൾ തന്നെയാണ് വീണ്ടും വന്നിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ വിളിക്കാതെ നീ ഇങ്ങനെ കിച്ചണിൽ നിന്ന് പുറത്ത് വരണ്ട, നീ കിച്ചണിൽ തന്നെ നിന്നാൽ മതി എന്നൊക്കെ പറയും. അയാൾ എങ്ങനെയുള്ള ആളാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ, ചിലപ്പോൾ നീ കോളേജിലേക്ക് പോകുന്ന സമയത്ത് നിന്നെക്കുറിച്ച് അന്വേഷിച്ച് അറിഞ്ഞിട്ട് വന്നതായിരിക്കും, നിന്നെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തൊക്കെ അന്വേഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ നീ ഇവിടെ കുറച്ച് മാസങ്ങളായിട്ടേ ഉള്ളൂ വന്നിട്ടുള്ളതെന്നൊക്കെ അറിഞ്ഞ് ബന്ധുവാണ് എന്നൊക്കെ പറഞ്ഞ് വന്നതായിരിക്കും, അതുകൊണ്ട് നീ ഇങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങണ്ട കേട്ടോ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ആളുകൾ വരുമോ എന്നൊക്കെ ഇങ്ങനെ രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ അങ്ങനെ ആളുകളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മനുഷ്യരൂപത്തിൽ കാണുന്ന എല്ലാവരും അങ്ങനെ മനുഷ്യരൊന്നുമല്ല, അതിൽ ചിലർ മാത്രമേ ഇങ്ങനെ മനുഷ്യരായിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഗ്രേസമ്മ പറയും കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ഇതെല്ലാം കേട്ട് ഒരു അന്താളിപ്പോടെ നിൽക്കുന്നുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ രേവതിക്കുട്ടീനോട് പറയും, ഞാൻ വിളിക്കുമ്പോൾ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി, നീ കിച്ചണിൽ നിന്നോ എന്ന് പറഞ്ഞിട്ടാട്ടോ അങ്ങോട്ടേക്ക് ഗ്രേസമ്മ പോകുന്നത് ഡോർ തുറക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ കുറേ കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ രമേശൻ നായർ. അപ്പോൾ ഡോർ തുറക്കുന്ന ഗ്രേസമ്മയോട് രമേശൻ നായർ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നെ മനസ്സിലായില്ലേ എന്ന്. അപ്പോൾ നിങ്ങളെ നന്നായിട്ട് മനസ്സിലായി, ഇപ്പോൾ വന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ടായിരുന്നു, ഞാനും നിങ്ങളെപ്പോലെ മാന്യനായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് എന്ന് പറയും. അപ്പം അകത്തേക്ക് ഇങ്ങനെ ക്ഷണിക്കുന്നതുകൊണ്ട് വിരോധമില്ല എന്നുള്ളതിലാട്ടോ അയാളത് പറയുന്നത്. അപ്പോൾ അകത്തേക്ക് വരാൻ പറയും. എന്നിട്ട് പിന്നെ അയാളോട് ഇരിക്കാനൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പ്രായമുള്ള ഒരാളാണ്, ഇങ്ങനെ ഇരുന്നോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ മറന്നുപോയി, ഇരുന്നു എന്ന് പറയും കേട്ടോ ഗ്രേസമ്മ. എന്നിട്ട് അയാളാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് സ്വത്തും വീടും എല്ലാം ഉണ്ട് എന്ന് പറയും. അപ്പോൾ അതെന്തിനാ ഇവിടെ പറഞ്ഞതെന്ന് ഗ്രേസമ്മ ചോദിക്കുന്ന സമയത്ത്, അല്ല ഇങ്ങനെ കള്ളം പറഞ്ഞു വരുന്നത് തട്ടിപ്പും വെട്ടിപ്പും നടത്താനാണല്ലോ, ഞാൻ അതിന് വന്നതല്ല, ഞാൻ വീണ്ടും കഴക്കൂട്ടത്ത് പോയിരുന്നു. അപ്പോൾ നിങ്ങൾ അന്ന് ഇവിടെ ഉള്ള പെൺകുട്ടിയുടെ പ്രായം 38 എന്ന് പറഞ്ഞത് എന്നോട് കള്ളം പറഞ്ഞല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു, രേവതിക്കുട്ടീനെ അദ്ദേഹം കാണുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കൊച്ചുമകളാണെന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നി കാണണം. പിന്നീട് മകനെ സുഖമില്ലാത്ത കാര്യം രേവതിക്കുട്ടീൻ്റെ മകനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ തിരിച്ചു ചെന്നിട്ട് അവനോട് എന്താ പറയേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ മാമച്ചായൻ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറും അഡ്രസ്സൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അദ്ദേഹം ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് തിരിച്ചു പോകുന്നത്.